ശരിക്കും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നുള്ളത് എല്ലാ വികസന സൂചികകളിലും വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഓരോ അണുവിലും ഓരോ മലയാളികൾക്കും അഭിമാന ബോധം നൽകുന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോഴും മാറുന്ന കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലേറ്റവും നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്നത് കുഞ്ഞുങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തന്നെയാണ്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തന്നെയാണ്. ഇന്നും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും മാധ്യമങ്ങൾ കാണുന്നത് അടൂരിലൊരു യുവതിയുടെ മരണം സംബന്ധിച്ചാണ്. ആത്മഹത്യയാണെന്ന് പറഞ്ഞെങ്കിലും കൊലപാതകമെന്ന് കുടുംബം ആരോപിക്കുന്നു. ഏതാണ്ട് എല്ലാ ദിവസവും ഇത്തരം പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കെതിരെ. ഇന്നലെ നമ്മൾ ഒരു വിഷയം കണ്ടു. ഈ കുഞ്ഞുങ്ങൾക്ക് എതിരായുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഏതൊരു തരത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു തരത്തിലും ആരും ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമത്തിന്റെയും സമൂഹത്തിന്റെയും നിലപാടെങ്കിലും അവരവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ധാരണ ഓരോ കുഞ്ഞും ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ്. അമ്മയുടെ മടിത്തട്ട് പോലെ സുരക്ഷിതമായ ഇടം ലോകത്തൊരിടത്തുമില്ല എന്ന് നമ്മൾ കരുതിയെങ്കിൽ ആ പെറ്റമ്മമാർ പോലും കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അറിഞ്ഞും അറിയാതെയും പങ്കാളികളാകുന്നു എന്ന വലിയ സാമൂഹ്യ പ്രശ്നമടക്കം നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കെതിരെ ഗാർഹിക പീഡനങ്ങൾക്കെതിരായി പീനൽ കോഡുകളിൽ നിയമവും ശിക്ഷാവിധിയും ഒക്കെ ഉണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്ക് പ്രത്യേകമായ നിയമം തന്നെ രാജ്യം പാസാക്കിയിട്ടുണ്ട്. നിയമം ഉള്ളപ്പോൾ പോലും ആ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതിനെയൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. ഓരോ വിഷയങ്ങളും 1, 2, 3, 10 ഓരോ വിഷയങ്ങളും. അതുകൊണ്ട് തന്നെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് എന്നുള്ളതാണ് പ്രഖ്യാപിതമായ വകുപ്പിന്റെ നയം എന്ന് പറയുന്നത്. ശിശു സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറണമെന്ന ആഗ്രഹത്തോടുകൂടി സമഗ്ര പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട്ടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ ക്രൂരമായ കൊലപാതകം വെളിച്ചം വീശിയത് സമാനതകളില്ലാത്ത ക്രൂരതയിലേക്കാണ്. ആ പിഞ്ചു ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ 90 പരം മുറിവുകളാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ കാണുന്നത്, അവിടെയുള്ള അയൽക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നത്, ഈ കുഞ്ഞിനെ ആ രണ്ടാനച്ഛൻ ക്രൂരനായ കൊലയാളി പല ദിവസങ്ങളിലും വീടിന്റെ സൺഷെയ്ഡിലെടുത്ത് നിർത്തിയിട്ട് പോകും. സൺഷെയ്ഡിലെടുത്ത് നിർത്തിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അവിടുന്ന് വീട് മരിക്കുമല്ലോ. അപ്പോ അവിടെ മലയാളികളുടെ ഒരു സാമൂഹ്യ ബോധം പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അയൽക്കത്തിൽ കുഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കണ്ടാൽ നോക്കി നടപടി. നമ്മളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കാണാൻ മൈക്കും മാറ്റി വെച്ച് നമ്മൾ ഓടും ആ കുഞ്ഞിനെ വാരിയെടുക്കാൻ. നമ്മുടെ ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും ഉലച്ചുകൊണ്ടു പോകുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ സമഗ്രമായൊരു നടപടിയുമായി സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുന്നോട്ട് പോകാനുള്ള നയങ്ങൾ നിലവിൽ നിയമങ്ങൾ ചട്ടങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിയമം എവിടെ ആക്ട് ചെയ്യുന്നത്? ലീഗൽ പ്രൊസീഡിങ്സ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വൺസ് എ ക്രിമിനൽ ആക്ടിവിറ്റി ഹാസ് ഡൺ, അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധം. എങ്ങനെയാണോ ആരോഗ്യരംഗത്ത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇത്തരം വൾനറബിൾ ആയിട്ടുള്ള ദുർബല ജനവിഭാഗങ്ങൾക്കെതിരെ വരുന്ന അതിക്രമങ്ങൾ അത് ഉണ്ടാകുന്നതിന് മുമ്പേ അതിന് നടപടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ വനിതകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, അതിനെതിരെ വനിതാ നയം, അത് ഉൾപ്പെടെ വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ വനിതാ നയം രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് വിമൻ പോളിസി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഒപ്പം സേഫ് ഫാമിലി പോളിസിയും കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങൾ, ഒറ്റപ്പെട്ട സ്ത്രീകൾ. ഇപ്പൊ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് സെപ്പറേറ്റഡ് ബ്രേക്കപ്പ് ഫാമിലീസിലടക്കം കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുന്നു. അമ്മമാർ, ഇപ്പം ഭർത്താവ് മരിച്ച ഭാര്യമാർ ഒറ്റയ്ക്ക് പ്രായമുള്ളവരടക്കം പലയിടത്തും താമസിക്കുന്നു. അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടി അഡ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഗവിയിൽ ഒരു അംഗൻവാടി ജീവനക്കാരിയായ യുവതി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അവിടെ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്ന് കണ്ടതാ, ഒരാളും ആ ഏരിയയിൽ ഇല്ലാത്തടത്തേക്ക് ജോലിക്കാൻ നടന്നു പോവുകയാണ് ആ യുവതി. അത്തരമുള്ള മേഖലകൾ പ്രത്യേകമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വൾനറബിലിറ്റി മാപ്പിംഗ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ, അത് പ്രത്യേകമായ ഒരു മാപ്പിംഗ്, നമ്മുടെ ഒരു ഐഡന്റിഫിക്കേഷൻ, എവിടെയൊക്കെയാണ് ഇത്തരം ഒറ്റപ്പെട്ട സുരക്ഷിതമല്ലാത്ത ഇടങ്ങൾ ഉള്ളത് എന്ന് വകുപ്പ് നേരിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്ത് വിമൻ ആൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്തു പോകും. പിന്നെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം, നമുക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ വികസനമുണ്ട്, പക്ഷെ ഒരു പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പൊതു ഇടങ്ങളിൽ സ്ഥലമില്ല എന്നുള്ളത് വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിയാണ്. ആ പരാതിക്ക് പലപ്പോഴും സർക്കാരുകൾ ഈ ടോയ്ലറ്റൊക്കെ ആരംഭിക്കും, ഉദ്ഘാടനമൊക്കെ ബഹുകേമമായിട്ട് നടക്കും. ഉദ്ഘാടനവും കൂട്ടലും ഒരുമിച്ചാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതൊക്കെ അടച്ചുപൂട്ടുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഗൗരവപൂർണമായ സമീപനം എടുത്ത് എത്രയും പെട്ടെന്ന് അത്തരം സ്ഥാപനങ്ങൾ, അത് പഞ്ചായത്ത് വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യും. അതുപോലെ വെൻഡിങ് മെഷീനുകളും അത് ഡിസ്പോസ് ചെയ്യാനുള്ള മെഷീനുകളും അടക്കം സ്ഥാപിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ അങ്ങനെ എല്ലായിടത്തും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിയമം നിലവിൽ വന്നു, പോഷ് ആക്ട് വന്നതിന് ശേഷം എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങൾ അധികാരമേറ്റ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനകളിൽ സ്ഥാപനങ്ങൾ പോലും വളരെ കുറച്ച് മാത്രമേ അത് രൂപീകരിച്ചിട്ടുള്ളൂ. രൂപീകരിച്ച പലയിടങ്ങളിലും പരാതികൾ ഉയർന്നു വന്നു. സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ കാര്യമായ അന്വേഷണം തുടങ്ങിയ പോലും നടപടികളില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കുവാനുള്ള ഇന്റേണൽ കമ്മിറ്റി, ഇപ്പോൾ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയാണ്, പ്രത്യേക ആഭ്യന്തര പരാതി പരിഹാര സെല്ലാണ് രൂപീകരിക്കുന്നത്. ചെറിയ സ്ഥാപനങ്ങളിൽ ലോക്കൽ കംപ്ലയിൻസ് അതോറിറ്റി ആ കമ്മിറ്റിയും രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട അഭിമാനവും അവരുടെ അസ്തിത്വവും, അതോടൊപ്പം വനിതാ സംരംഭകരെ സംരക്ഷിക്കുവാനുള്ള വിവിധ പദ്ധതികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ, വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ വകുപ്പിന്റെ നേതൃത്വത്തിൽ അത് കുറ്റമറ്റ രീതിയിൽ പുതിയ ആധുനിക സാധ്യതയുടെ യുഗമാണ്. അപ്പോൾ പുതിയ സ്കിൽഡായിട്ട് തന്നെ വനിതകൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഓഫ്കോഴ്സ് കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം എല്ലാ അംഗങ്ങളും, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുന്നിടത്ത് പലപ്പോഴും ഉയരുന്ന ചോദ്യമുണ്ട്. ഇന്ന് കേരളത്തിലെ തൊഴിൽ അവസരം, ഇപ്പൊ രാവിലെ നമ്മളൊരു കേരളത്തിലൊരു ഗ്രാമമോ പട്ടണമോ നോക്കിയാൽ നമ്മുടെ സ്ത്രീകളൊക്കെ തന്നെ ജോലിക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോ പിന്നെ അധികാര കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് എങ്കിൽ സ്ത്രീകള് പുരുഷന്മാരെക്കാൾ കൂടുതൽ അധികാരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ സ്ത്രീ ശാക്തീകരണം എല്ലാം പൂർത്തിയായില്ലേ, ഇനിയും നിങ്ങൾ എന്തിനാണ് സ്ത്രീ ശാക്തീകരണത്തിന് സംസാരിക്കുന്നതെന്നുള്ള ചോദ്യം പലപ്പോഴും പലയിടങ്ങളിൽ പല കോണുകളിൽ നിന്ന് വരുന്നത്. പക്ഷെ നമ്മളൊന്ന് നോക്കൂ, യഥാർത്ഥത്തിൽ ഇപ്പോഴും സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ബോധ്യമില്ലാതെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും അടക്കം മെഴുകുതിരി പോലെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഉരുകിത്തീരുന്ന എത്രയോ വനിതകളുണ്ട്, അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വനിതയാണ്. ദ്രൗപദി മുർമുജി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നു എന്നുള്ളത് ഓരോ സ്ത്രീക്കും അഭിമാനമാണ്. പക്ഷേ ഒരു പ്രതിഭ പാട്ടീൽജിയോ, ഒരു ദ്രൗപദി മുർമുജിയോ, ഒരു ഇന്ദിരാജിയോ, അല്ലെങ്കിൽ അതുപോലെ സമാനമായ ഓരോ പ്രദേശങ്ങളിലും ഓരോ വനിതകൾ അതിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം സ്ത്രീ ശാക്തീകരണം പ്രാപ്തമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.